നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പട്ടികയായി 7 പത്രികകൾ തള്ളി. നിലവിൽ 14 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. PV അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്നും ഹരികുമാർ ചേരുകയാണ്. ഹരികുമാർ, നിലമ്പൂരിൽ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. കൃത്യമായി സ്ഥാനാർത്ഥികളെയെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. PV അൻവർ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും PV അൻവർ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം തള്ളിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സെറ്റ് പത്രിക തള്ളി. അതോടെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. രണ്ടാം സെറ്റ് പത്രികയായിരുന്നു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടേത്. നിലവിൽ നിലമ്പൂരിൽ 14 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ആയിട്ടുള്ളത്. ആകെ 25 പത്രികകളായിരുന്നു ലഭിച്ചത്. ഇതിൽ 7 പത്രികകൾ തള്ളി. ഈ 7 പത്രികകളിൽ ഒന്ന് PV അൻവറിന്റേതാണ്. ഇതനുസരിച്ച് 14 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ളത്. ഇനി മെയ് 5-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. ആ തീയതി കഴിഞ്ഞ് ആരെങ്കിലും പത്രികകൾ പിൻവലിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരരംഗത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് എത്തുന്ന സ്ഥാനാർത്ഥികളുടെ കൃത്യമായ എണ്ണം അറിയുക. എന്തായാലും നിലമ്പൂർ കടുത്ത തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുകയാണ്. അൻവറിനെ സംബന്ധിച്ച് അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാൽ ലഭിക്കുമെന്നാണ് അൻവറുമായി അടുത്ത ബന്ധമുള്ള വൃത്തങ്ങൾ പറയുന്നത്. കാരണം അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് കഴിഞ്ഞ 2 ടേമുകളിൽ ഈ നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുത്തത്. ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അത് അൻവറിന് കൂടുതൽ ഗുണം ചെയ്യും എന്ന് ഉറപ്പാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയും അൻവറിന് ലഭിക്കും. ഇതോടൊപ്പം തന്നെ LDF-ഉം UDF-ഉം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇത് കേവലം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പല്ല, കേരള രാഷ്ട്രീയത്തിന്റെ പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പിണറായി വിജയനും BD സതീശനും തമ്മിലുള്ള മത്സരമാണ്. പിണറായി വിജയനും അൻവറും തമ്മിലുള്ള മത്സരമാണ്. അത്തരത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ നടക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ പ്രതീതിയാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. അല്പസമയത്തിനകം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എനിക്ക് പിന്നിലാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. ഇതിനുശേഷം 5 മണിക്ക് NDA വൈസ് ചെയർമാൻ PK കൃഷ്ണദാസും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എല്ലാ നേതാക്കളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനം നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഈ വാശി ഏറും എന്നുറപ്പാണ്.